അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് കുക്കർ. ഇതൊരു പഴയതാണ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ രണ്ട് കണക്ഷന് ഇത് ബ്രേക്കായി പോയായിരുന്നു. അത് നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോയിലാണ് വരുന്നത്. പഴയ ഹീറ്റർ വെച്ചിട്ടുള്ള വരുന്നുണ്ടല്ലോ, അതാണ് സംഭവം. അതിൻ്റെ ഒരു കൺട്രോൾ ബോർഡും വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പഴയ സെറ്റാണ്. റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ പഴയത് അവർ യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്നൊരു അതിൻ്റെ പുറമെ വന്നിരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വീഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ ഇത് സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് മുകളിൽ കാണിച്ചേക്കുന്നത് 211 വോൾട്ടാണ്. താഴത്തെ ആംബിയറാണ്. ഒരു ഫുൾ ആംബിയർ ഒരു 0.6 ആംബിയർ കാണിക്കുന്നത് നമ്മൾ ഇവിടെ ലൈനിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുക്കറൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓഫാണ്. ഇപ്പം ഓണാക്കുവാണ്. ഓണായിട്ടുണ്ട്. 1400. നല്ല ചൂട് വരാൻ തുടങ്ങി. 1800, 2000, മാക്സിമം 2000 വരെയാണ്. അതിന് നമുക്ക് കാണാൻ സാധിക്കും ഇത് പഴുത്ത് വന്നിട്ടുണ്ട്. കുറയ്ക്കുന്ന അനുസരിച്ചിട്ട് ഉണ്ടോ പഴുത്തത് അങ്ങ് ഓയിലിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 400 കൂട്ടിയിടുമ്പോൾ 2000 വരുമ്പോൾ നന്നായിട്ട് പഴുത്തത്. നമുക്ക് നല്ല ഹീറ്റാണ്. ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല ഭയങ്കര ഹീറ്റാണ്. ഇപ്പം ആംബിയർ എടുക്കുന്നത് 8.4 ആംബിയർ, ഏകദേശം ഒരു 8 ആംബിയറിൻ്റെ അടുത്ത് AC ആംബിയർ എടുക്കും. മീറ്റർ നന്നായിട്ട് കറങ്ങും കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പാത്രം ഇതിൻ്റെ അത് വെക്കാം, മൺചട്ടി സഹിതം വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അത് പ്രത്യേകത കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൻ്റെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ കറണ്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ സമയം എടുക്കും. ഇൻഡക്ഷൻ കുക്കർ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ഇത് കുറച്ചുകൂടെ സമയം എടുക്കും.